ഫ്രണ്ട്സ്, അപ്പൊ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പവർ ബാങ്ക്. അപ്പൊ നിങ്ങൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഫുള്ള് കാണാം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കിയത്. ഞാൻ ഇന്ന് വന്നേക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ എങ്ങനെ ഒരു പവർ ബാങ്ക് ഉണ്ടാക്കുന്നത് പറഞ്ഞു തരാനായിട്ടാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പവർ ബാങ്കിന്റെ മൊഡ്യൂള്. പിന്നെ ഞാനിവിടെ ബാറ്ററി ഒക്കെ എടുക്കുന്നത് ലാപ്ടോപ്പ് ബാറ്ററിയാണ്. അപ്പൊ നിങ്ങള് ഇപ്പൊ പുറത്തുനിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ, ഓൺലൈനൊക്കെ മേടിക്കുകയാണെങ്കിൽ 600 രൂപ, 700, 800 ആ റേഞ്ചിലൊക്കെയാണ് പവർ ബാങ്ക്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു 250 രൂപയ്ക്ക് ആണ് ഈ ബോർഡിന് ചിലവാണ്. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ പഴയ മൊബൈലിന്റെ ബാറ്ററികളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് സിമ്പിളായിട്ടൊരു പവർ ബാങ്ക് ഉണ്ടാക്കാം. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം. ഇത് നമ്മുടെ ലാപ്ടോപ്പിന്റെ ബാറ്ററിയാണ്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിത് പൊളിക്കണം. ഇത് പൊളിക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ സ്പാർക്കിങ് വരാണ്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. അപ്പം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ആ ബാറ്ററി നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ ഇനി സെറ്റ് ചെയ്യണം. അതിന് മൾട്ടിമീറ്റർ എടുത്തു നമുക്ക് അതിൻ്റെ ഭാഗങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഏത് ഭാഗം പോസിറ്റീവും ഏത് ഭാഗം നെഗറ്റീവും വെച്ച് നോക്കാം നമുക്ക്. അപ്പം നമുക്ക് മൾട്ടിമീറ്ററിൽ നോക്കി അറിയാം -1.93. അപ്പം ഞാൻ വെച്ചേക്കുന്ന ഭാഗം തെറ്റി വെച്ചേക്കണം. അപ്പം നമ്മൾ തിരിച്ചു വെച്ചേക്കാം ഒന്നുകൂടി. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ പോസിറ്റീവായി 1.93. അപ്പം ആ ബൾജ് ചെയ്ത് നിൽക്കുന്ന ഭാഗമാണ് പോസിറ്റീവ്, നെഗറ്റീവ്. ഇപ്പം നമ്മൾ എല്ലാ ബാറ്ററിയും നമ്മൾ അതുപോലെ സെറ്റാക്കി വെക്കണം. ഇതിൽ ആ ഫ്ലാറ്റായിട്ട് നിൽക്കുന്നത് നെഗറ്റീവും ബൾജ് ചെയ്ത് നിൽക്കുന്നത് പോസിറ്റീവും. ഇതുപോലെ നമ്മൾ എല്ലാം ചെയ്ത് സെറ്റാക്കി വെക്കുക. അടുത്തതെന്ന് പറയുന്നത് നമുക്കിത് എല്ലാ ബാറ്ററി ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ജോയിൻ്റ് ചെയ്യണം. എല്ലാ ബാറ്ററി ജോയിൻ്റ് ചെയ്ത് നമുക്ക് ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ബാറ്ററി നമ്മൾ ടേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ ടേപ്പ് ചെയ്ത് വെച്ച് കൊടുത്ത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ വയറിംഗ് കണക്ഷനാണ്. നമ്മുടെ എല്ലാ ബാറ്ററിയും കൂടി ഒരുമിച്ച് ആണ് കണക്ഷൻ ചെയ്യണേ. എല്ലാ പോസിറ്റീവും ഒരുമിച്ച് കണക്ഷൻ ചെയ്യുക. ഫ്ലെക്സ് നന്നായിട്ട് തയ്ച്ചിട്ട് കൊടുക്കുക, നന്നായിട്ട് ലെഡ് പിടിക്കാനായിട്ട്. ആദ്യം തന്നെ നമ്മൾ രണ്ട് സൈഡും നെഗറ്റീവും പോസിറ്റീവും ഇതേ ടൈപ്പ് തന്നെയാണ് ചെയ്യണത്. ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം. നന്നായിട്ട് ഫ്ലെക്സ് നമ്മൾ ഇട്ട് കൊടുക്കാം, എന്നാലും നമുക്ക് ആ ലെഡ് ശരിക്കും പിടിക്കുള്ളൂ. വയർ സോൾഡർ ചെയ്യുമ്പോൾ നല്ല ഇതിൽ. അപ്പം നമ്മുടെ വയറ് സോൾഡറിങ് കണക്ഷനൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒന്ന് ടേപ്പ് ചെയ്ത് തന്നെ വെച്ചിട്ടുള്ളൂ. ഇനി നമുക്കൊന്ന് ആ ബാറ്ററികളൊന്ന് നന്നായിട്ടൊന്ന് ഉറപ്പിക്കണം. അപ്പം നമ്മൾ ഗ്ലൂ സ്റ്റിക്ക് കൊണ്ട് വെച്ചൊന്ന് ഗ്ലൂ ശരിക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ഇടയിൽ എല്ലാ സൈഡിലും 2 സൈഡിലും ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട്. അല്ലെങ്കിൽ ബാറ്ററി കിടന്ന് തെറ്റി കളിക്കും. സ്റ്റിക്ക് ഈ ഗ്ലൂ സ്റ്റിക്ക് പശ വെച്ച് കൊടുത്താൽ നല്ല ഉറപ്പില്ലാതെ ഇരുന്നോളും. 2 സൈഡിലും ഒഴിച്ചു കൊടുക്കാം.
നമ്മൾ ഈ പശ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ സോൾഡർ ചെയ്ത് രണ്ട് ഭാഗത്തും നമ്മൾ ടേപ്പ് ചെയ്യണം. ടേപ്പ് നമ്മൾ നല്ല വൃത്തിക്ക് തന്നെ ഒട്ടിച്ചെടുക്കുക രണ്ട് സൈഡും. കാരണം വേറെ എവിടെയും തട്ടി ഷോർട്ട് ആവാണ്ടിരിക്കാൻ വേണ്ടിയാണ് രണ്ട് സൈഡിലും നമ്മൾ ടേപ്പ് ഒട്ടിച്ച് സെറ്റ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് തന്നെ ഫുള്ള് കവർ ചെയ്ത് പൊട്ടിച്ചെടുക്കാം. നമുക്ക് ആ രണ്ട് വയറ് മാത്രം പുറത്തേക്ക് ഇട്ട് സെറ്റ് ചെയ്ത് എടുത്താൽ മതി. അടുത്തായിട്ട് നമ്മൾ ചെയ്യണത് ഇനി നമുക്ക് ഈ ബോർഡിലേക്ക് കണക്ഷൻ കൊടുക്കണം. അപ്പോൾ നമ്മൾ നെഗറ്റീവ് കണക്ഷൻ നെഗറ്റീവിലേക്കും പോസിറ്റീവിൻ്റെ കണക്ഷൻ പോസിറ്റീവിലേക്കും കൊടുക്കുക. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ബോർഡ് കണക്ഷൻ എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ നമ്മൾ സെറ്റ് ചെയ്തൊരു ബോക്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. നമ്മൾ ചെയ്തേക്കുന്നത് രണ്ട് സൈഡ് ഇപ്പോൾ വെട്ടി ഇവിടെ ഒരു ബൾബ് ഇതിൻ്റെ ഉള്ളിലുണ്ടായി. നമുക്ക് ആ ബൾബ് ഞാൻ വേറെ സെപ്പറേറ്റ് റിമൂവ് ചെയ്തിട്ട് വേറെ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ബൾബ് ഓണാക്കുന്നത് പ്രസ് ചെയ്ത് പിടിച്ചാൽ ബൾബ് ഓണായി. അപ്പോൾ നമുക്ക് രാത്രിക്കൊക്കെ വേണമെങ്കിൽ പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. ഇതിപ്പോൾ ഓഫ് ചെയ്യുന്നത് പ്രസ് ചെയ്ത് തന്നെ പിടിച്ചത് ഓഫ് ആവും. അപ്പം നല്ലൊരു പവർ ബാങ്ക് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല ഫാസ്റ്റ് ചാർജിങ് തന്നെയാണ് നമുക്ക് കിട്ടണത്. 2 ആം നമുക്ക് ഔട്ട് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ രണ്ട് USB പോർട്ട് ഉണ്ട് നമുക്ക് കുത്താൻ വേണ്ടി. സെൻറ്ററിലുള്ളത് നമ്മൾ ഇതിലേക്ക് ഇന്ന് കൊടുക്കുന്നത് ചാർജ് ചെയ്യാൻ വേണ്ടി, ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി. നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു സാധനം വർക്ക് ചെയ്യണ്ടോ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ വേറെ ഒന്നുമില്ല. നിങ്ങൾ അധികം കടന്ന് ചിന്തിക്കൊന്നും വേണ്ട. ഇതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് ഈ ബാറ്ററിയുടെ പോസിറ്റീവും ബാറ്ററിയുടെ നെഗറ്റീവും ഈ ബോർഡിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ബാറ്ററിയുടെ നെഗറ്റീവ് എന്നുള്ള ഇതിൽ നമ്മൾ ബാറ്ററി നെഗറ്റീവ് സോൾഡർ ചെയ്യുക, ബാറ്ററി പോസിറ്റീവ് എന്നുള്ള ഇതിൽ നമ്മുടെ ബാറ്ററി പോസിറ്റീവ്. അപ്പോൾ ഇത്രയും ഉള്ളൂ ഇതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത്. വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് ഞാൻ വേറെ സെപ്പറേറ്റ് ഇതിൻ്റെ കണക്ഷൻ മാറ്റി വെച്ചെന്നുള്ളൂ. എനിക്ക് ഈ ബോർഡിൽ ഈ മൊഡ്യൂൾ ഉറപ്പിക്കാൻ വേണ്ടി മാത്രം. അതിന് വേണ്ടി സെപ്പറേറ്റ് വേറെ ബൾബ് മാറ്റി വെച്ചെന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ വേറെ ഒന്നുമില്ല. പോസിറ്റീവും നെഗറ്റീവും ഇത് മാത്രം നിങ്ങൾ നോക്കി ചെക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്യാവുന്നുള്ളൂ ഈ പവർ ബാങ്ക്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്